ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ലേഡിയൻ യൂട്യൂബ് ചാനൽ. ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോവാണ്. ഇപ്പം വൈകുന്നേരം നമ്മൾ തൃക്കാക്കര അമ്പലത്തിലാണ് പോകുന്നത്. തൃക്കാക്കര അമ്പലത്തില് ഞാൻ ലാസ്റ്റ് പോയത് മാളും ഞാനും അനന്തും ഗായും അർജുനും കൂടിയായിരുന്നു. ലാസ്റ്റ് പോയതല്ല, ലാസ്റ്റും ആദ്യമായിട്ടും പോയത്. അമ്മ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ നമുക്ക് ഇന്ന് അവിടെ പോവാന്ന്. അമ്മേനെ കാണിക്കാം. അമ്മക്ക് ഇതാണ് മറ്റേ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് കാണിക്കുക. അപ്പം അമ്പലത്തിൽ പോയിട്ട് കാണിക്കാം കേട്ടോ. ഞങ്ങളിതാ അമ്പലത്തിലെത്തി. അമ്പലത്തില് ചുറ്റുവിളക്കൊക്കെ ഉണ്ട്. എന്തായാലും രണ്ടമ്പലം ഉണ്ട് ഇവിടെ. ആദ്യം ഒരു സ്ഥലത്ത് തൊഴുതിട്ട് പിന്നെ ഇപ്പുറത്ത് പോയി തൊഴണം. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ കയറാൻ പോകും. തൊഴുത് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. അമ്പലത്തിന്റെ ഈ സൈഡിലെ വഴിയിലൂടെ നമുക്ക് അടുത്ത അമ്പലത്തിലേക്ക് പോവാം. ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഇവിടെ പുറത്ത് വന്നിരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു നല്ല സ്റ്റെപ്പ് എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കുറച്ചേരം ഇരുന്നിട്ട് പോവാൻ. അയ്യോ, 3 വീഡിയോ കണ്ടിരുന്നല്ലോ, കാണുന്നുണ്ടോ? ഇവിടെ 2 അമ്പലമാണുള്ളത്. ഒന്ന് ശിവനും പിന്നെ ഒന്ന് മഹാവിഷ്ണു ആണെന്ന് തോന്നുന്നു. വാമനൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ. നാരായണൻ, അതെ. അപ്പൊ നമ്മൾ ഈ വാമനന്റെ ഇവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ വിഗ്രഹം കാണൂല. പിന്നെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് കാണൂല. ഉള്ളിൽ കയറി കഴിഞ്ഞാലാണ് അത് പ്രോപ്പറായിട്ട് കാണുക. എന്താ വെച്ചാൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറി അമ്പലത്തിന്റെ നടയിൽ ഉള്ളില് സ്റ്റെപ്പ് ഇങ്ങനെ കയറി മുകളിലാണ് വിഗ്രഹം ഇരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് തൊഴുതിറങ്ങി നമ്മൾ നേരെ ശിവന്റെ അടുത്ത് പോകും. അതിന്റെ തൊട്ടടുത്ത് തന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ കൂടെ തന്നെ വഴിയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി തൊഴുതു. പ്രസാദം കിട്ടാനൊന്നുമില്ല ഇവിടുന്ന്. വാമനൻ മഹാവിഷ്ണുവിന്റെ അവിടെ നിന്ന് കിട്ടിയ. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇങ്ങനെ ചുറ്റുവിളക്കൊക്കെ നടക്കുന്നുണ്ട്. ആരോ നേർന്നതായിരിക്കും. അപ്പം അവരിങ്ങനെ വിളക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മെല്ലെ ഇങ്ങനെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. നമ്മൾ വീട് മാറി ഇങ്ങോട്ട് വന്ന സമയത്ത് 2021 തോന്നുന്നു. ആ സമയത്ത് അമ്മേനൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ വീട്ടിൽ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഈ ഏരിയയിൽ ആദ്യമായിട്ട് വരുന്നത്. ആ സമയത്ത് നമുക്ക് ആദ്യമായിട്ടൊരു സ്ഥലത്ത് വരുന്നത് ഒരുപാട് ദൂരം തോന്നായിരുന്നു. നമുക്ക് ഒരുപാട് ദൂരം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ റൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുണ്ട്. പക്ഷെ അമ്മ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. എങ്ങനെയുണ്ട് അമ്മ? അടിപൊളിയാ? സമാധാനം കിട്ടിയോ? എനിക്കൊരു ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് ശിവനെ കണ്ടിട്ട് പോരാൻ തോന്നുന്നു. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് 2 സ്ഥലത്തും മര്യാദയ്ക്ക് തൊഴാൻ പറ്റി. വലിയ തിരക്കൊന്നും ഇല്ലാതെ തൊഴാൻ ശരിക്ക് കണ്ടു. ഒരു തിരക്കുമില്ല. നമ്മൾ തൊഴുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് തൊഴുതുകൊണ്ട് മാറിക്കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ. അതെ. ഇപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ട്, നിറയെ ആൾക്കാരുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് തോന്നുന്നില്ല കുറെ. ഡാൻസ് മക്കൾ അങ്ങനെ ഇതാക്കി ഡ്രസ്സൊക്കെ ചെയ്തിട്ട്
നല്ല കൊതുകുണ്ട്. ശിവൻ നല്ല അമേസിങ് 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 ശിവനാണ്. അമ്പലത്തിലോട്ട് അത് കാണാൻ. ഞങ്ങളപ്പം കുറച്ചേരം ഇവിടെ ഇരുന്ന് ഇനി മെല്ലെ ഇറങ്ങട്ടെ. കൊതു അടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇനി എന്താ അമ്മ അടുത്ത പരിപാടി? എങ്ങോട്ടാ പോകുന്നത്? ഇനി എങ്ങോട്ടാ? വീട്ടിലേക്ക് അല്ലാണ്ട് എങ്ങോട്ടാ? അമ്പലത്തിൽ പോയാൽ നമ്മൾ എവിടെയാ പോവാ? കഴിക്കാൻ. എന്ത്? മസാല ദോശ കഴിക്കാൻ. മസാല ദോശ കഴിക്കുക. അപ്പൊ ഞങ്ങള് മസാല ദോശ കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. എന്താ മസാല റോസ്റ്റ്? 2 മസാല ദോശ, കാഫി ചായ, 2 കോഫി. വട വേണമെങ്കിൽ പറയാം. ഞങ്ങള് രാത്രി ആയതുകൊണ്ട് അവര് ബിരിയാണി എന്നൊക്കെ. ബിരിയാണി വെജ് പുലാവ്. ഞങ്ങള് കാക്കനാട് ആര്യാസിൽ വന്നതാ, വീടിന്റെ തൊട്ടടുത്താ. അപ്പം ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. ഞാനും അമ്മയും 2 മസാല ദോശയും 2 കോഫിയും പറഞ്ഞു. ഞാൻ വിചാരിച്ചു എനിക്ക് സാമ്പാറില്ലാണ്. സാമ്പാർ ഒളിഞ്ഞിരിക്കായിരുന്നു സാമ്പാർ. ശരവണ ഭവനിൽ നിങ്ങൾ കഴിക്കുന്നുണ്ട്? കോഴിക്കോട് പോകുമ്പോൾ കഴിക്കാറുണ്ട്. അവിടെ വലുതാ കിട്ടും. കഴിച്ചാല് സാമ്പാർ. മിക്സിലരയ്ക്കുമ്പോൾ മിക്സിയിൽ കിടന്ന് ചൂടാവും. ഭയങ്കര പുളിപ്പായി പോകും. ഗ്രൈൻഡറിൽ അതല്ല.
ഹായ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ തൃക്കാക്കരമ്പലത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? അയ്യോ മറന്നുപോയി നമ്മ. തിരിച്ച് വീട്ടിലെത്തി. എന്താ പറയാ, അമ്പലത്തില് സാധാരണ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്താണ് അധികം അമ്പലത്തിൽ പോവാറ്. പക്ഷെ ഇന്ന് അമ്പലത്തിൽ പോയത് അങ്ങനെയല്ല കേട്ടോ. ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയായിരുന്നു, നമ്മൾ വിഷമം വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴും മാത്രമല്ല നമുക്ക് അല്ലെങ്കിൽ അമ്പലത്തിൽ പോവാം. നമുക്ക് ഇപ്പം ദൈവം സഹായിച്ച് വേറെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, സമാധാനമുള്ളൊരു സമയമാണ്. അപ്പം ഞാൻ വെച്ചാൽ വെറുതെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ഒരുപാട് എന്താ പറയുക, രാവിലെ എഴുന്നേൽക്കുക, വർക്കൗട്ട് ചെയ്യുക, പിന്നെ ഫ്രഷ് ആയിട്ട് ഞാൻ പിന്നെ ലാപ്പും ഫോണിലും എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് വൈകുന്നേരം വരെ ഇരിക്കും. വൈകുന്നേരം വരെ അല്ല, ആക്ച്വലി ഞാൻ രാത്രിയൊക്കെ അതിന് മുകളിൽ തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് ലേറ്റായിട്ടൊക്കെ കിടന്നുറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതുതന്നെയാണ് കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചൊരു ബ്രേക്ക് വേണം. ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇടയ്ക്ക് ഞാൻ മുറ്റത്ത് അവിടെ ഇടയ്ക്ക് നടക്കാനൊക്കെ പോകാറുണ്ട്, ഇടയ്ക്ക് മാളുവിൻ്റെ അടുത്ത് പോകാറുണ്ട്. എന്നാലും ഒരു കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒന്ന് അമ്പലത്തിലൊക്കെ പോകാൻ തോന്നി. അങ്ങനെ ഞാൻ പെട്ടെന്ന് വൈകുന്നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മ നമുക്ക് അമ്പലത്തിൽ പോയാലോ എന്ന്. അപ്പം അമ്മ പറഞ്ഞു ആ പോവാ. അപ്പം തന്നെ ഞങ്ങൾ പിന്നെ ഫ്രഷായി അങ്ങനെ ഇറങ്ങി. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇനിയിപ്പോൾ എന്താ, ഇനിയൊന്നുമില്ല. ഇനി കുറച്ച് നേരം ഇങ്ങനെ സമാധാനമായിട്ട് ഇരുന്നിട്ട് ഫോണൊക്കെ നോക്കി ഒന്ന് ചില്ല് ചെയ്ത്, ഇനി ഭക്ഷണം കഴിക്കുക അറിയില്ല, ചിലപ്പം കഴിക്കുകയായിരിക്കും വിശന്നാൽ, ഇല്ലെങ്കിൽ ഇതുപോലെ കിടന്നുറങ്ങും. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇതൊരു ചെറിയൊരു വ്ളോഗായിരിക്കും, ഒരു മിനി വ്ളോഗായിരിക്കും. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.